ഒത്തിരി ആളേ അല്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ, അങ്ങനെ വന്നൊരു സംഭവമാണല്ലേ. അതെ അതെ, ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഈഗിൾ ബ്രോ ഞങ്ങക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞു ഉടനെ എന്നോട് പറഞ്ഞു നീ പോരെ. ഓക്കെ വായോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. സമയം ഇപ്പൊ ഇത്രയും ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട്. ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട്. അതിനിടയിൽ കൂടെ നമ്മളെ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരുത്തണം. സത്യം പറഞ്ഞ എന്നെ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത്. എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യങ്ങൾ, എനിക്ക് കുടിക്കാൻ ഫുഡ് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത്. സത്യം പറഞ്ഞ ഞാൻ വിളിച്ചു തല്ലുന്ന സത്യം. പിന്നീട് പുറത്തു വന്നപ്പോ ഡോഗ് ഉണ്ടായിരുന്നു. ഡോഗുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തി. നമുക്കിത് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരോടും. കാരണം അത്ര അധികം കമന്റ് ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കുക. നമുക്ക് സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല വണ്ടി രീതിക്ക് വീട്ടിൽ പോലും ഇപ്പൊ ഉമ്മ കയറ്റാത്ത അവസ്ഥയായി എന്റെ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ കേസ്, എനിക്ക് ഇത്രേ പറയുള്ളൂ. അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു. ഇവർക്ക് ഈ കാരണം പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ POV ത്രൂ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം. അത് കഴിഞ്ഞിട്ട് പറയാം. മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പം തന്നെ ഞാൻ മണവാളിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ. എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് ബ്രോ അവിടെ കറക്റ്റ്. ഇപ്പൊ മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? അതാണോ? കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ നിർത്തി പറയണില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ. ഇവരെ നിർത്തി ഊക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതെനിക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ഒരു കാര്യം ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭയങ്കര രീതിക്ക്. അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്നേ പറ്റൂ. കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം. നമ്മള് 4 വർഷം മുന്നേ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ബ്രേക്ക് വന്നു, പിന്നെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പൊ ചാനലൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോഴാണ് ഒരു വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളിലോട്ട് റീച്ചിന് വേണ്ടിട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെയല്ല. ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അപ്ലൈ ചെയ്യായിരുന്നു. റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തുടങ്ങുന്നതാണ് അല്ലേ? അതെ, ഇനി നമ്മൾ വീണ്ടും ആദ്യം അപ്പൊ റീച്ചിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല. എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും. ഞാൻ തെറി വിളിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട്. രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. എനിക്കത് കൊണ്ടു ആള് റിയാക്ട് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു. എൻ്റെ വാപ്പാനെ വിളിച്ചപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തത്, റിയാക്ഷൻ വീഡിയോ. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത്. അതുവരെ ചെയ്തിട്ടില്ല. ആ സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു എയറിൽ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത ആളുടെയാണ് മാറിപ്പോയത്. അതെ, ചെയ്തത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അത് കിട്ടി. ഒന്നും അറിയാണ്ട് സംസാരിക്കുമ്പോ ഇങ്ങനെ പലതും സംഭവം. എനിക്ക് ഗെയിമിങ്ങിനെ കുറിച്ച് അറിയില്ല, ഇതൊന്നും അറിയില്ല. ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നല്ല ഇത് ചെയ്തിട്ടുള്ളത്. ആൾക്കാർ ഇരിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ടാവും അവനെ. എനിക്കിത് അറിയില്ല പേഴ്സണലി. എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയാം എൻ്റെ ക്യാരക്ടർ എന്താണ്. ഞാൻ ഇങ്ങനെ തെറി വിളിക്കണത് അങ്ങനത്തെ ഒരാളെ അല്ല. പിന്നെ ആ കുറി ഇട്ട് വന്ന കേസ് ഇട്ട് വെച്ചാൽ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ബാക്കി ബ്രോ എക്സോസ്റ്റഡ് ആക്കാനുള്ള കേസ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല. എന്തായാലും
കുഴപ്പമില്ല. കുറെ പേര് ചാറ്റിൽ കുറെ പേര് സോറി പറയാനുണ്ട് ബ്രോ അടുത്ത്. അതപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ വിട്ടാൽ മതി. കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്രത്തോളം വന്നത്. അതെ, ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ, ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി. അല്ലാതെ ഇനി കുറേ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കി കണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി. പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ. നന്നായിട്ട് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ. ഓക്കെ, എൻ്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിന് ഒരു ഇത് മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു. അല്ല അത് കുഴപ്പമില്ല. ഞാൻ ഇതിപ്പോൾ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ, അതിന് വലിയ കാര്യം. അപ്പോൾ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കിൽ ഐ എം സോ സോറി. ഇല്ല ബ്രോ, ഇല്ല നമ്മുടെ കൂടി ക്ലിയർ ചെയ്യണല്ലോ. മനസ്സിലായി. അപ്പൊ ഇത് അങ്ങനെ പോട്ടെ. ഈ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഓക്കെ. അപ്പൊ നടക്കട്ടെ. താഴോട്ട് വരണോ? ഇല്ല ബ്രോ, ഓക്കെ. അപ്പൊ ബ്രോ പോയിട്ടോ. ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടോ? അതാ ഒരു സെക്കൻഡ്.